വെള്ളനാട് ഭഗവതിപുരം അരുവിക്കര പഞ്ചായത്തിൽ 10-ാം വാർഡിൽ തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെ തേനീച്ചക്കൂട്ടം ആക്രമിച്ചു. 41 പേരാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 36 പേർക്കും തേനീച്ചയുടെ കുത്തേൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വെള്ളനാട് പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം തുടർ ചികിത്സയ്ക്കായി 10ഓളം പേരെ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആർക്കല. ഇത് ഞങ്ങളുടെ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സണാണ് ശ്രീമതി മറിയക്കുട്ടി. ഞങ്ങൾക്ക് ഗ്രാമസഭയായിരുന്നു. അപ്പോൾ പിന്നെ ഗ്രാമസഭ നടന്നുകൊണ്ടിരുന്ന ഏകദേശം പൂർത്തിയാകാറായ സമയത്താണ് ഭഗവതിപുരത്തുനിന്ന് മെമ്പർ വന്ന് പറഞ്ഞത് അവിടെ ഇങ്ങനെ കിടന്ന് കുത്തേറ്റു എന്നുള്ളത്. 40-40ഓളം തൊഴിലാളികൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഇവിടെ ഗ്രാമസഭ അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. ഇവിടെ ഒരു 10ഓളം പേരെ, 15ഓളം പേരെ ഇവിടെ വെള്ളനാട് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ കൊടുത്തിട്ട് ഒബ്സർവേഷൻ റൂമിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ കണ്ടു. ഇനി അടുത്ത് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലുള്ള ഞങ്ങളുടെ തൊഴിലാളിയുടെ കൂടെ കാണേണ്ടതുണ്ട്. അവരുടെ കൂടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണം. ഇപ്പോൾ തൽക്കാലം വാർഡ് മെമ്പറും അത്യാവശ്യം ആൾക്കാരും അവിടെ ഉണ്ട്. അരുവിക്കര പഞ്ചായത്തിലെ 10-ാം വാർഡ് ഭഗവതിപുരം വാർഡിലെ രാവിലെ തൊഴിലുറപ്പ് അമ്മമാർ 41ഓളം തൊഴിലാളികളാണ് തൊഴിലെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാട് പറിച്ച സമയത്ത് കാടിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോയ ഈച്ച എന്ന് പറയുമ്പോൾ കടന്തൽ സമാനമായ തേനീച്ച അവരെ ആക്രമിക്കുകയും അതിൽ ഏകദേശം 36ഓളം ആൾക്കാരെ കടന്തൽ ആക്രമണത്തിൽ ഇരയായി. അതിലിപ്പോൾ 10 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോട്ട് ഇവിടുന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ അടിയന്തര ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിൽ പോയാത്ത കുറച്ച് ആൾക്കാരെ നമ്മൾ വെള്ളനാട് ആശുപത്രിയിലും ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയൊരു ദുരന്തമാണ്. സത്യത്തിൽ സംയോജിതമായ ഇടപെടൽ കൊണ്ട് നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഒരു വലിയൊരു ദുരന്തമായിപ്പോയി. കാരണം ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ആക്രമിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഭവമാണ് നമ്മുടെ വാർഡിനെ സംബന്ധിച്ച്. നേരത്തെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും കഷ്ടിച്ചാണ് നമ്മുടെ തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. അപ്പോൾ 10ഓളം ആൾക്കാർ മെഡിക്കൽ കോളേജിലോട്ട് ഇവിടുന്ന് റെഫർ ചെയ്തിട്ടുണ്ട്.